മാർപ്പാപ്പയ്ക്ക് ഉപഹാരങ്ങളുമായി ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്ത. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലിത്ത മാർ തോമസ് തറയിൽ മാർപ്പാപ്പയെ സന്ദർശിച്ച് സ്നേഹോപഹാരങ്ങൾ സമ്മാനിച്ചു. കർദിനാൾ മാർ ജോർജ് കൂവക്കാട് സന്നിഹിതനായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ജൂൺ മാസം 13-നായിരുന്നു കർദിനാൾ മാർ ജോർജ് കൂവക്കാടിൻ്റെ സ്ഥാനിക ശുശ്രൂഷ അത് ഏറ്റെടുക്കുന്ന ചടങ്ങുകൾ നടന്നത്. മാർ തോമസ് തറയിൽ മെത്രാപ്പൊലിത്തയും ചടങ്ങിൽ പങ്കുചേരാൻ വത്തിക്കാനിലെത്തിയിരുന്നു. ആ ചടങ്ങുകൾക്ക് ശേഷം, അല്ലെങ്കിൽ അതിനു മുൻപാവാം, ഇരുവരും മാർപ്പാപ്പയെ കാണാൻ എത്തിയിട്ടുണ്ടാവുക. പ്രധാനമായും 2 ഉപഹാരങ്ങളാണ് മാർപ്പാപ്പയ്ക്ക് നൽകിയത്. രണ്ടും അതിമനോഹരവും സുറിയാനി സഭാ പാരമ്പര്യങ്ങളെയും വിശ്വാസത്തിൻ്റെ നാൾ വഴികളെയും വരച്ചു കാട്ടുന്നവയുമായിരുന്നു. അതിലൊന്നാമത്തേത് മാർ തോമാസ് ലീഹായുടെ ഒരു ഐക്കണാണ്. ചങ്ങനാശ്ശേരി അതിരൂപത വൈദികനായ ഫാദർ ജേക്കബ് കൂരോത്ത് വരച്ചതാണ് ഈ ഐക്കൺ. എന്നാൽ രണ്ടാമത്തേത് ഒരു ശില്പമാണ്. കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ അഭിമാനമായി ഉയർത്തപ്പെട്ട വിശുദ്ധരുടെ ചിത്രം ആലേഖനം ചെയ്ത ഒരു ദാരുശില്പം. പ്രശസ്ത ശില്പിയായ കോട്ടയം വയല സ്വദേശി തോമസ് വെള്ളാരത്തുങ്കിലാണ് ഇത് നിർമ്മിച്ചത്. ഈ പേര് നമ്മിൽ പലർക്കും സുപരിചിതമാണ്. ഇതിനു മുൻപും പലപ്പോഴായി ലോകത്തിലെ പല ഉന്നത വ്യക്തിത്വങ്ങൾക്കും ശില്പങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് തോമസ് വെള്ളാരത്തുങ്കിൽ. നമുക്കറിയാം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നൽകുവാനായി ഇദ്ദേഹം ഉണ്ടാക്കിയ അംശവടി ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 263 മാർപ്പാപ്പമാരുടെ മുഖചിത്രം ആലേഖനം ചെയ്ത അംശവടി എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. അതിലൂടെയാണ് അദ്ദേഹം കുറച്ചേറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇന്നും അതിമനോഹരമായി ശില്പങ്ങൾ കൊത്തിയെടുക്കുന്ന ഒരു കലാകാരൻ. മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ച ശില്പത്തിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ശില്പം ഇങ്ങനെയായിരുന്നു: മിശിഹായുടെ ശരീരരക്തങ്ങളുടെ പ്രതീകമായ ഗോതമ്പ് കതിരും മുന്തിരിവള്ളിയും പശ്ചാത്തലമാക്കിക്കൊണ്ട് പ്രാർത്ഥനയുടെ അടയാളമായ യാചനാകരങ്ങളുടെ നടുവിൽ ഗോളത്തിൽ ഇന്ത്യയുടെ ഒരു ചിത്രവും ആലേഖനം ചെയ്തിരിക്കുന്നു. ആ ഗോളത്തിന് മുകളിൽ കേരളത്തിൻ്റെ ഒരു മാതൃകയും കൊത്തിയിട്ടുണ്ട്. ഇതിൽ സുറിയാനി കത്തോലിക്ക സഭയിൽ നിന്ന് ആദ്യമായി വിശുദ്ധ പദവി ലഭിച്ച അൽഫോൺസാമയുടെ ചിത്രം കൊത്തിയിരിക്കുന്നു. തീർന്നില്ല, മുന്തിരിക്കുലകളോട് ചേർന്നിരിക്കുന്ന 4 ഇലകളിലായി 2 വശത്തും വിശുദ്ധരായ ചാവറയച്ചൻ, എവുപ്രേസ്യാമ്മ, മറിയം ത്രേസ്യാമ്മ, ദൈവസഹായം പിള്ള എന്നിവരുടെ ചിത്രങ്ങൾ കൂടി ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം മുമ്പിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ ചിത്രവും മാർ തോമാസ് ലീഹായും കൊത്തിയിട്ടുണ്ട്. നാളുകളുടെ അധ്വാനത്തിൽ പൂർണ്ണമായും കയ്യാൽ കൊത്തിയെടുത്ത അതിമനോഹരമായ ഒരു ശില്പം എന്ന് തന്നെ പറയാം. ഏറെ സന്തോഷത്തോടെ ലിയോ 14 മാർപ്പാപ്പ ഉപഹാരങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സന്തോഷം അറിയിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ 2 മാർപ്പാപ്പമാർക്ക് സ്വന്തം കയ്യാൽ സമ്മാനമൊരുക്കിയെന്ന അസുലഭ ഭാഗ്യത്തിന് ഉടമയായിരിക്കുകയാണ് തോമസ് വെള്ളാരത്തുങ്കിൽ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നൽകുവാൻ 263 മാർപ്പാപ്പമാരുടെ മുഖചിത്രം ആലേഖനം ചെയ്ത അംശവടി അദ്ദേഹം നിർമ്മിച്ചു. ഇന്നിതാ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ച ദാരുശില്പവും തോമസ് അതിമനോഹരമാക്കി. കേരളീയ ജനസമൂഹത്തിന്റെ വിശ്വാസം വിളിച്ചോതുന്ന ഒരു ഉപഹാരം, വിശ്വാസത്തിന്റെ നാൾ വഴികൾ ഒറ്റ നോട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു സമ്മാനം എന്ന് തന്നെ പറയാം. ഇനിയും മുന്നേറട്ടെ നമ്മുടെ വിശ്വാസവും വിശ്വാസ പാരമ്പര്യങ്ങളും. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തുതി.